ടി.പി. ചന്ദ്രശേഖരനെ റോഡിലിട്ട് വെട്ടിക്കൊന്നതാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അതിലെ പ്രതികളെയൊക്കെ പിടിച്ചു. അതിനകത്ത് ഏതായാലും അവസാനം കോടതിയിലെ ശിക്ഷയും വന്നു. ജീവപര്യന്തം തടവനുഭവിക്കുന്ന ആ പ്രതികൾക്ക് അവരുടെ ശിക്ഷ ഇളവ് ചെയ്ത് കൊടുത്ത് അവർക്ക് ആ ശിക്ഷ നേരെ ഇളവ് ചെയ്യാനായിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങിയപ്പോൾ ആ നീക്കം പൊളിയാൻ കാരണം അത് അവസാനം വരെ ഏതാണ്ടൊക്കെ അങ്ങ് റെഡിയായി പോയതാണ്. പക്ഷേ ഈ കൊടുക്കാൻ, അതായത് ഈ ശിക്ഷ ഇളവ് കൊടുക്കേണ്ട പ്രതികളുടെ പട്ടിക ജയിലിൽ നിന്ന് പുറത്തുപോയി. അപ്പോൾ മാധ്യമങ്ങൾ അറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു, ആകെ പ്രശ്നമായി. അതോടുകൂടി പിന്നെ ആ പട്ടിക തന്നെ മുഴുവനായിട്ടും ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വന്നു, റദ്ദാക്കി. പക്ഷെ നടപടി അവിടെ കൊണ്ട് തീർന്നില്ല. അപ്പോൾ ഈ ജയിലിൽ നിന്ന് ഇത് പുറത്ത് പോയത് വളരെ ബുദ്ധിമുട്ടായിപ്പോയല്ലോ. അതുകൊണ്ട് അവരോടുള്ള ആ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി അവരുടെ പേർക്ക്, ജയിൽ ഉദ്യോഗസ്ഥരുടെ പേർക്ക് നടപടിയെടുക്കുകയാണ്. ആ നടപടിയെടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ നടപടിയൊന്നും പോരാ, കർശനമായ നടപടിയെടുത്ത് അറിയിക്കണമെന്നാണ് ജയിൽ DGPക്ക് നിർദ്ദേശം ഗവൺമെൻറ് കൊടുത്തേക്കുന്നത്, ആഭ്യന്തര വകുപ്പ് കൊടുത്തേക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി നേരിട്ടൊക്കെ അധികം ആളുകളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വായിച്ചറിയേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സാധാരണഗതിയിലെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യമാണിത്. ഇത് യഥാർത്ഥ ഒഫീഷ്യൽ സീക്രസിക്കകത്തൊന്നും വരുന്നതല്ല. ഈ പട്ടിക പുറത്തു പോയെന്ന് പറഞ്ഞിട്ട് നാണക്കെടേണ്ട കാര്യമില്ല. ഏതായാലും ഇവരെ പുറത്തയക്കാനുള്ള പരിപാടിയായിരുന്നല്ലോ. അതിനെ പട്ടിക പുറത്തു പോയതിന് ഈ ആളുകൾക്ക് ഇതുപോലെ ശിക്ഷിക്കേണ്ട കാര്യമൊന്നും ഉള്ളതൊന്നുമല്ല. പട്ടിക പുറത്തു പോയാലും വലിയ പ്രശ്നമൊന്നും ഉള്ള കാര്യമല്ല. പിന്നെ രഹസ്യമായിട്ട് ഇവരോടൊപ്പം നിന്ന് ആ പ്രതികൾക്ക് വേണ്ട ശിക്ഷ ഇളവ് വാങ്ങിക്കൊടുക്കാനായിട്ട് ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ പേരുള്ള കുറ്റം. അപ്പോൾ അവർ അനാവശ്യം കാണിക്കാതിരുന്ന ജയിൽ ഉദ്യോഗസ്ഥർ, അതാണ് അവർ പ്രശ്നമായത്. അവർ തോന്നിവാസം കാണിക്കാൻ കൂട്ടുന്നില്ല. ഇതാ കാര്യം. അവർ പട്ടിക പുറത്തായിരുന്നു. ഇപ്പം 90 ദിവസം കഴിഞ്ഞിട്ട് പോലും അവരുടെ പലരുടെയും സസ്പെൻഷൻ പിൻവലിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും പോലെ വളരെ വലിയ ശിക്ഷ നടപടി എടുത്ത് അറിയിക്കണമെന്നാണ്. ഇനി അവർ തൂക്ക് കൊല്ലാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്തുവാന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും ഈ 90 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ ഉള്ള കുഴപ്പം എന്താണെന്നറിയോ നമുക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ അവർക്ക് സബ്സിസ്റ്റൻസ് അലവൻസ് കൊടുക്കുന്നുണ്ട്. അത് എന്ന് വെച്ചാൽ അത് ആദ്യത്തെ 3 മാസം ഏതാണ്ട് പകുതിയും ശമ്പളത്തിൻ്റെ പകുതിയും, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ സാലറിയും കൊടുക്കേണ്ട ഗതികേട് വരും. അപ്പോൾ അവർ വീട്ടിലിരുന്നുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കൃഷിപ്പണിയോ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ ചെയ്തുകൊണ്ട് ശമ്പളവും വാങ്ങി, സബ്സിസ്റ്റൻസ് അലവൻസ് ആയിട്ട് ശമ്പളവും വാങ്ങിക്കൊണ്ട് അവിടെ വീട്ടിലിരിക്കാം. എന്നാലും അവരുടെ സർവീസിനകത്തൊക്കെ ഇതൊരു ഒരു ബുദ്ധിമുട്ടാണ്. ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങിക്കുന്ന ഒരു തോന്നൽ അവർക്ക് തന്നെ ഉണ്ടാവും. പക്ഷേ ഗവൺമെൻറ് അതൊന്നും കാര്യമല്ല. കാരണം ഇങ്ങനെ പണം ഇതുപോലെ തോന്നിവാസമായിട്ട് ചിലവഴിക്കാൻ അവരുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നല്ലേ. ഇപ്പോൾ അതാണ്ട ഒരു ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു പ്രോജക്റ്റ് യഥാർത്ഥത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിന് കിട്ടേണ്ടതാണ്. അതിപ്പോൾ അതായത് അതിൻ്റെ കാലാവധി കഴിഞ്ഞു. കാലാവധി കഴിഞ്ഞപ്പോൾ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലാവധി വീണ്ടും അങ്ങ് നീട്ടിക്കൊടുക്കുക. അപ്പം വ്യവസായങ്ങൾ കൊണ്ടുവരാൻ വിട്ടുവീഴ്ചകൾ ഇതുപോലെ ചെയ്യേണ്ടതായിട്ട് വരുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്നത് കേട്ടോ. വ്യവസായങ്ങൾ കൊണ്ടുവരാൻ വിട്ടുവീഴ്ച ചെയ്യുന്നത് ആരുടെ പണമെടുത്താണ് വിട്ടുവീഴ്ച ചെയ്യുന്നത്? ഈ നാട്ടിലെ പാവങ്ങളുടെ പണമെടുത്താണ് ഈ വിട്ടുവീഴ്ച കാണിക്കുന്നത്. വ്യവസായങ്ങൾ ഇത് ആ കരാർ പുതുക്കി കൊടുത്താൽ ഏതെങ്കിലും വ്യവസായം കിട്ടുമോ? ഇനിയിപ്പോൾ അടുത്തത് വരുന്നുണ്ട്. അത് കായംകുളം താപ വൈദ്യുത നിലയത്തിൻ്റെ കരാറ്. അത് വളരെ വലിയ നഷ്ടം, ഒരു വർഷം 100 കോടി രൂപയാണ് ബോർഡിന് നഷ്ടം അതിൽ നിന്ന്. ഇനിയിപ്പോൾ അതിൻ്റെ കരാറ് പുതുക്കി കൊടുക്കാനുള്ള പണിയായി ഇപ്പം അണിയറയിൽ നടക്കുന്നത്. അതൊക്കെ നടക്കും. അതുപോലെ വേറെ ഒരു കരാറ് ഒരു കമ്പനിക്ക്, ഒരു പ്രൈവറ്റ് കമ്പനിയാണ്, അവർ ജലവൈദ്യുത പദ്ധതിയാണ്, അത് നീട്ടിക്കൊടുക്കുകയാണ്. അതിൻ്റെ കാലാവധി പുതുക്കി കൊടുക്കുക ഒരു 25 വർഷത്തേക്ക്. അവരുടെ കാലാവധി ഇപ്പോൾ തീർന്നതാണ്. അത് ബോർഡിന് ലാഭമാണ്. അത് എടുത്താൽ ബോർഡിന് ലാഭകരമായിട്ട് ഓടിക്കാവുന്ന ഒരു പ്രോജക്റ്റാണ്. അത് ഒന്നുമില്ല. അപ്പോൾ അത് വീണ്ടും ആ പ്രൈവറ്റ് കമ്പനിയെ സഹായിക്കാൻ കൊടുത്തിട്ട് അതിൻ്റെ പുറകിലൊക്കെ വലിയ അഴിമതിയുണ്ട്. അതും കൊടുത്തിട്ട് പറയുകയാണ് വ്യവസായം കൊണ്ടുവരാൻ ഇതേപോലുള്ള ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുമെന്ന്. വ്യവസായം കൊണ്ടുവരുന്നതിനുള്ള വിട്ടുവീഴ്ച അതിൻ്റെ പുറകെ നഗ്നമായ അഴിമതിയാണ് അതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞതുപോലെ. ഇനി അത് പൊക്കോട്ടെ, അതൊക്കെ ചെയ്ത് ഇതുപോലെ പണം കളയുക. അതിനോടൊപ്പമാണ് ഇതേപോലെ ആളുകളെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിട്ട്
അവർക്ക് അവർ ജോലി ചെയ്യാതെ അവർക്ക് ശമ്പളം കൊടുക്കുക, സബ്സിസ്റ്റൻസ് അലവൻസ് കൊടുക്കുക. ഇതാണ് ഇപ്പോഴത്തെ നടപടി. കാരണം ഇവർക്ക് ഒരു വൈരാഗ്യം കാണിക്കാനായിട്ട് ഈ പൊതുജനങ്ങളുടെ പണം എടുത്ത് ഇതുപോലെ ധൂർത്തടിക്കാൻ വിനിയോഗിക്കാം, ദുർവിനിയോഗം ചെയ്യാം. ഒരു പ്രശ്നവുമില്ല അതിനൊന്നും. അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈരാഗ്യം കാണിക്കാനാണ് കേട്ടോ. വൈരാഗ്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ TP കേസിലെ പ്രതികളെ എങ്ങനെയെങ്കിലും അവർക്ക് ശിക്ഷയിളവ് നടത്തി ഒരു കിർമാണി മനോജോ ഏതാണ്ട് പല മാണിയും അതൊക്കെ ഉണ്ട്, എന്നെ ഇറക്കി വിടാനുള്ള ഒരു പരിപാടിയായിരുന്നു നടത്തിയേ. അതങ്ങ് പൊളിഞ്ഞുപോയി. അതാണ് പ്രശ്നം വന്നത്. രഹസ്യമായിട്ട് ചെയ്ത ഇടപാടാണ് അത്, ഇനി അത് നടക്കുന്ന കാര്യമല്ല. അതാണ് പ്രശ്നം വന്നത്. അതിനുള്ള വൈരാഗ്യമാണ് അവരോട് കാണിക്കുന്നത്, ഈ ജയിലിലെ ഉദ്യോഗസ്ഥരോട് കാണിക്കുന്നത്. ഇതാര് പുറത്തു വിട്ടണമെന്നും ഉള്ളതിന് തെളിവൊന്നുമില്ല. പക്ഷെ അത് കാരണം കാടടച്ച് വെടിവെക്കുന്നവർ കുറേ എണ്ണത്തിനെ പിടിച്ച് സസ്പെൻഡ് ചെയ്തേക്കുകയാണ്. ആ രീതിയിലിരിക്കുക കാര്യങ്ങൾ. ഇതൊക്കെ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്?